കർത്താവിൻ്റെ ശക്തനായ കേരളത്തിലെ അപ്പോസ്തലനായിരുന്ന ആശാരി ഉപദേശി എന്ന് പറയുന്ന ആ ദൈവമനുഷ്യൻ തമിഴ്നാട് മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ദൂരം ക്ഷീണിതനായി യാത്ര കഴിഞ്ഞ് രാത്രിയിലെ കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് അന്ന് മാറ്റഡോറിൻ്റെ ഒരു ടെമ്പോ വാനുണ്ട്. ആ വാനിന് അവര് കൊട്ടാരക്കരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന്. രാത്രിയിൽ ഹൈവേ കൂടി വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു ടാക്സിക്കാരൻ വണ്ടി ഓടിച്ച് ഈ ടെമ്പോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തി. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി. എന്താന്ന് ചോദിച്ചു. അയ്യോ, നിങ്ങൾ എന്നാ മനുഷ്യനാ, നിങ്ങളുടെ വണ്ടിയുടെ ഒരു ടയറ് 3-4 കിലോമീറ്റർ ദൂരത്ത് വെച്ച് ഊരിപ്പോയതാ. ആ ടയറ് അംബാസഡറിന്റെ പുറകിലെടുത്തിട്ട് ഞാൻ വന്നേക്കുക, നിങ്ങൾ ഒരു ടയർ ഊരിപ്പോയിട്ട് കണ്ടിട്ടില്ല മനുഷ്യ. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തരാ പറയുന്നത്? ആകെ ഇത് ഫോർട്ടിഫിറ്റിയുടെ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഒരേ ടയറേ ഉള്ളൂ, 4 ടയറേ ഉള്ളൂ. അതിൽ ഓടിപ്പോയ എങ്ങനെയായി വണ്ടി പോകുന്നത്? അപ്പൊ വണ്ടിക്ക് വന്ന പുള്ളി പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്തായാലും ടയർ ഇല്ലടോ, ടയർ എൻ്റെ കാറിൽ കിടക്കുക. ആശാരി പുറത്തിറങ്ങി നോക്കുമ്പോ ഒരു ടയർ ഇല്ല. കിലോമീറ്ററുകൾ ഓടി. അത് ഊരിപ്പോയിട്ട് ആ ടയറ് പുറകെ വന്ന അംബാസഡർകാരൻ തൻ്റെ ഡിക്കിയിലിട്ടുകൊണ്ട് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുക. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാ കാർ ഓടിച്ചവന് ബോധം വന്നത്. അല്ല, ഞാൻ എന്തായി കാണുന്നേ? കുറേ കിലോമീറ്ററുകൾ ടയറില്ലാതെ ഈ വണ്ടി എങ്ങനെയാ ഓടിയത്? അന്നാട് റോട്ടിൽ വെച്ച് താൻ യേശുവിനെ സ്വീകരിക്കാനിടയായി. തൻ്റെ മകൻ രാജൻ പാസ് പറഞ്ഞ നേരിട്ടുള്ള സാക്ഷ്യമാണിത്. ദൈവമക്കളെ, നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉറങ്ങത്തില്ല എന്ന് പറയാൻ കാര്യം, ഇന്ന് നിങ്ങൾ ഉടയാതിരിക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ കാല് കല്ല് തട്ടിപ്പോകാതെ ജീവനോടെ നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവം എന്നും എന്നേക്കും അനന്യനായി ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ശക്തനായ ഒരു ദൈവം ഉണ്ടായത് കൊണ്ടാണ്. ഞാൻ ഇന്നലെ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന വഴിക്ക് കല്ലമ്പലത്ത് ഒന്ന് വണ്ടി ചവിട്ടി. കല്ലമ്പലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കർത്താവിന്റെ ദാസൻ ലോഡ്സനും തൻ്റെ കൂടെയുള്ള ആളും വണ്ടി തകർന്ന് തരിപ്പണമായി തൻ്റെ ജീവനെ അപഹരിക്കാൻ പിശാച് അലറി വിളിച്ച ആ ഇടമാണ് കല്ലമ്പലം. അവരുടെ വണ്ടി ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഞാൻ വണ്ടി ചവിട്ടി. അവിടെ നിന്ന് സിന്ധുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലോഡ്സന്റെ ആക്സിഡന്റ് നടന്ന ആ സ്പോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ദൈവത്തിനൊന്ന് ഉറക്കെ നന്ദി പറഞ്ഞു. എന്താണെന്നറിയാമോ? താൻ ജീവനോടെ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഉണ്ടായത് കൊണ്ട് ഒരൊറ്റ ദൂത് പറയാൻ കേട്ടോ. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം ആരാധിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ തിരിച്ചറിയണം, നാം ജീവനോടിരിക്കുന്നത് പ്രവർത്തന നിരതനായ ഒരു ദൈവം ഇന്ന് രാത്രി പകൽ നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ്. ഈ ദൈവം എഴുന്നേറ്റാൽ ഏകദേശം 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. 1:68 ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രവർത്തന നിരതനായ ദൈവത്തിന്റെ 7 കാര്യങ്ങൾ. 1, ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറും. ആമേൻ പറ ദൈവമേ. ദൈവം എഴുന്നേറ്റ ശത്രുക്കൾ ചിതറും. ആത്മാവിൽ ഒന്നുകൂടി പറയുമ്പോൾ സഭ ഒരുമിച്ചുറക്കല്ലേ പറയണോ? ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറും. ഈ പട്ടണത്തിൽ ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറോ. നിങ്ങൾ പാർക്കുന്നിടത്ത് ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറോ. ഈ ദൂതം മറക്കല്ലേ. 2, അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിച്ചു. ദൈവം എഴുന്നേറ്റാൽ കുടുംബത്തിൽ വസിക്കുമാറാക്കും, കുടുംബത്തെ ദൈവം പണിയും എന്ന് പറഞ്ഞു. 7-ാം വാക്യം, ദൈവം എഴുന്നേറ്റാൽ ദൈവജനത്തിനു മുമ്പായി എന്ത് ചെയ്യും? പുറപ്പെടും. ദൈവം എഴുന്നേറ്റാൽ നിങ്ങൾക്ക് മുൻപേ അവൻ പുറപ്പെടും. ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ, താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് പുതുവഴികൾ തുറന്നു തരാൻ എനിക്കും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർ കരമടിച്ചും ദൈവത്തെ ആരാധിച്ച് ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറും, കുടുംബത്തിൽ വസിക്കുമാറാക്കും, എൻ്റെ ജനത്തിന് മുൻപേ പുറപ്പെടും. ഇനി 9-ാമത്തെ വാക്യം, എൻ്റെ അവകാശത്തെ ദൈവം എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. എൻ്റെ അവകാശത്തെ ദൈവം തണുപ്പിക്കും. നല്ലൊരു ആമേൻ പറ ദൈവമക്കളെ.
നമ്മുടെ അവകാശത്തെ ദൈവം തണുപ്പിക്കും. ആമേൻ. ഒന്നുകൂടി പറയുക, ദൈവം നിങ്ങൾക്ക് തരേണ്ട അവകാശത്തെ ദൈവം തണുപ്പിക്കുന്ന ഒരു ദൈവമാണ്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോല് വെക്കാൻ ദൈവം അനുവദിക്കയില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് പകൽ ആമേൻ പറ. എന്നിട്ട് പറ, എന്റെ അവകാശത്തെ എന്റെ ദൈവം തണുപ്പിക്കുന്നു. ആമേൻ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ ഒരു അവകാശവും നഷ്ടപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സങ്കീർത്തനം 17:1 പറയുന്നു, യഹോവേ ന്യായത്തെ കേൾക്കണമേ. എവിടേക്കെയോ ദുഷ്ടപിശാച് നിന്റെ അവകാശത്തെ അടച്ചു വെച്ചെങ്കിൽ നസ്രത്തുകാരനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ആ അവകാശങ്ങൾ റിലീസാകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുന്നു, നിന്റെ അവകാശം റിലീസാകുന്നു. നിന്റെ ഒരു അവകാശത്തെയും ദുഷ്ടൻ തൊടാൻ അനുവദിക്കത്തില്ല. ആമേൻ. ഞാന് സ്തോത്രം, നമ്മുടെ മീറ്റിംഗ് എന്നും ലൈവിൽ കൂടുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു കൊച്ചു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. എന്തോ അവര് എല്ലാ മീറ്റിങ്ങിലും ലൈവിൽ നമ്മോടൊപ്പം ഉണ്ട്, അവർ കേൾക്കുന്നുണ്ട്. നാളുകൾക്ക് മുമ്പ് ഞാൻ കുമരകത്ത് പാസ്റ്റർ ജഗൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ വീട്ടിൽ മീറ്റിങ്ങിന് വേണ്ടി പോയി. മീറ്റിംഗ് കഴിഞ്ഞ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ജഗൻ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു വീട്ടിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു, പോകാമല്ലോ. ഏതാ വീട്? ആമേൻ. കടം കയറി മുടിഞ്ഞ് ആമേൻ ലക്ഷക്കണക്കിന് രൂപ കടം, സാമ്പത്തിക ഞെരുക്കം വന്ന് തകർന്നിരിക്കുന്ന ഒരു കുടുംബം. ഞാൻ പറഞ്ഞു, പോയി പ്രാർത്ഥിക്കാം. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ആമേൻ. ആ സ്ഥലം വീടെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടേക്കുക, കാരണം അതുപോലെ കടം കയറി കിടക്കുക. എന്തായാലും പ്രാർത്ഥിച്ചു, കർത്താവേ ഇവിടെ അവകാശത്തെ അങ്ങ് തണുപ്പിക്കണമേ. ദൈവം നല്ലൊരു അവകാശം ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, ദൈവം അത്ഭുതം ചെയ്യണമേ. പ്രാർത്ഥിച്ചു, സ്തോത്രം പറഞ്ഞു, തിരിച്ചു പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ വീടിന് കുറച്ച് ഒരു 10-20-25 സെന്റ് സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഇവരൊരു കുഴിയെടുക്കാൻ തുടങ്ങി. ഒരു കുഴി, ചുമ്മാ എന്തോ ആവശ്യത്തിന് വേണ്ടി കുഴിയെടുത്തതാ. ഒരു പ്രതലം കഴിഞ്ഞ് കുഴി തെരഞ്ഞപ്പോൾ പുറമേയുള്ള മണ്ണുകൾ മാറ്റി അടുത്ത ലെയർ എടുത്തപ്പോൾ ഇവർക്ക് ആ മണ്ണിൽ എന്തോ ഒരു പ്രത്യേകത. എടോ ഇത് കൊള്ളാലോ. കുറച്ചുകൂടി കുഴിച്ചപ്പോൾ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല മണല്, ചരല് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് ഒരാൾ തെങ്ങിന്റെ പൊക്കത്തിൽ ഇതങ്ങ് കുഴിച്ചതെല്ലാം ടിപ്പർ ലോറിക്ക് വന്ന് JCBക്ക് വന്ന് മൂലൊക്കെ കൂട്ടി. ആമേൻ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ എണ്ണ വിറ്റ് കടം തീർന്നത് പോലെ മണ്ണ് വിറ്റ് കടം തീർത്തു. ആളെ മനസ്സിലായി? മണ്ണ് വിറ്റ് കടം വീടി, എന്നിട്ടും തീർന്നില്ല. ആമേൻ. അവിടെ നിന്ന് കയറാൻ തുടങ്ങി, ടിപ്പർ ലോറികൾ മേടിക്കാൻ തുടങ്ങി, ബസ്സുകൾ വാങ്ങിക്കാൻ തുടങ്ങി. ആമേൻ. സ്വന്തമായി അനുഗ്രഹിക്കപ്പെട്ട വീടുകൾ പണിയാൻ തുടങ്ങി. ആ ഭവനത്തിൽ പോയി ഒരുപാട് പ്രാവശ്യം ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കുടുംബമൊക്കെ പോയി അവിടെ പോയി ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്തു. ആമൻ. കോട്ടയത്ത് പോകും വരികയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യും. ആ പട്ടണത്തിൽ ആ മനുഷ്യൻ്റെ തല ഉയർത്തി ഒരൊറ്റ കാര്യമാണ്, ദൈവവൈതലേ, ഈ ദൈവം സാധാരണ ദൈവമല്ല. നിന്റെ സ്ഥിതി മാറ്റാൻ നീ കാല് ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിലും എൻ്റെ ദൈവത്തിനൊരു അത്ഭുതം ചെയ്യാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് പകൽ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം തട്ടി ദൈവത്തെ സ്തുതിച്ചേ. അടുത്തത് 14, 21, 30 വാക്യമാണ്. 14, 21, 30 വാക്യം. കുഞ്ഞെ ആ വാക്യം വന്നിട്ടേ 14 വാക്യം അവിടെ പറയുന്നു, സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ. ഒന്ന് ശ്രദ്ധിക്കണേ, സർവശക്തന്മാർ അവിടെ രാജാക്കന്മാരെ എന്ത് ചെയ്യുന്നു? ചിതറിക്കുന്നു. ഈ ദൈവത്തിന്റെ മറ്റൊരു പ്രവൃത്തിയോട് ഓർക്കണം കേട്ടോ. ഏത് രാജഭരണം നടത്തുന്നവനെയും ഏത് കസേരയിൽ ഇരിക്കുന്നവനെയും നിമിഷ നേരം കൊണ്ട് താഴെ ഇറക്കാൻ, അഗതിയെ കുപ്പയിൽ ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്താൻ കഴിവുള്ളൊരു ദൈവത്തെയാ നാം ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറ.
ഹല്ലേലൂയ. രാമൻ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ എന്ത് ചെയ്യുന്നു? ചിതറിക്കുന്നു. രാജാക്കന്മാരെ ചിതറിക്കും. എന്തുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത് എനിക്കറിയത്തില്ല. ഞാനൊരു ഒറ്റ കാര്യം നിങ്ങളോട് പറയുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് ദൈവം നിയന്ത്രിക്കുന്നു. രാജഭരണം നടത്തുന്നവരോട്, കസേരയിൽ ഇരിക്കുന്നവരോട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് ദൂത് പറയാനുള്ളത്, നിങ്ങൾ ഏത് കസേരയിൽ ഇരുന്നാലും ഭരണം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കണം. സർവശക്തനാണ് ശക്തിയുള്ളത്. അവന്റെ ഭരണത്തിന്റെ മീതെ ഭരിക്കാൻ കഴിവുള്ള ഒരു ശക്തിയുമില്ല. സർവശക്തൻ രാജാക്കന്മാരെ ചിതറിക്കുന്നു. ഞാന് ഇന്ന് അവൻ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് അത്രയും കുഴപ്പമില്ല കേട്ടോ. അവൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് കുണ്ടന്നൂര് പോയി താമസിക്കുന്ന ഞങ്ങൾ പുകക്കകത്താ ജീവിക്കുന്നത്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്നലെയൊന്നും രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണ് കാണാൻ വയ്യ. ഇന്ന് രാവിലെ അവൻ എഴുന്നേറ്റിട്ട് കണ്ണുറക്കാൻ ഒക്കുന്നില്ല. പുക കൊണ്ട് നിറഞ്ഞിരിക്കുക. കളക്ടർ ഓർഡർ ഇട്ടിരിക്കുന്നു, എല്ലാവരും ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അതിൻ്റെ അർത്ഥം എന്നാ? ഈ വിഷപ്പുകയെല്ലാം കൂടി വീട്ടിനകത്ത് കയറി ഇത് ശ്വസിച്ച് വീട്ടിൽ കിടന്ന് ചാകാനാ കളക്ടറുടെ തീരുമാനം. ഞാൻ അവിടെ നിന്ന് ജീവനും കൊണ്ടാണ് ഇങ്ങോട്ട് ഓടിയത്. ആരും പുറത്തിറങ്ങരുത്. വിശപ്പുക കൊണ്ട് നിറഞ്ഞു. നോക്കണം കേട്ടോ. അവൻ മാലിന്യ കൂടാരത്തിന് തീ പിടിച്ചിട്ട്, മാലിന്യങ്ങൾക്ക് തീ പിടിച്ചിട്ട് ആ തീ പോലും അണക്കാൻ കഴിയാത്ത രാജാക്കന്മാരായി ഇവിടുത്തെ രാജാക്കന്മാർ. ഓർത്തേക്കണം, ഇവരെ എല്ലാം ഭരിക്കുന്ന ഒരു ഭരണാധിപൻ സ്വർഗത്തിൽ ഉണ്ടെന്നേ. അവനൊരു വിരൽ അനക്കിയാൽ, അവനൊരു കാര്യം ചെയ്താൽ അതിൻ്റെ മീതെ ഭരിക്കാനും ചലിക്കാനും ആർക്കും കഴിയത്തില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരെന്തെല്ലാം കാര്യം പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇവരെത്ര ആദർശങ്ങൾ പറഞ്ഞിട്ടും, ഇവരെത്ര മുദ്രാവാക്യം വിളിച്ചിട്ടും എന്തിനു കൊള്ളാം? ഒരു തീ പിടിച്ചിട്ട് ആ പുക പോലും കെടുത്താൻ കഴിയാത്ത ഭരണാധിപന്മാരാണ്. മൂക്കിൽ ശ്വാസമുള്ള ഇവരുടെ ഭരണാധിപന്മാർ. പക്ഷെ നാം ആരാധിക്കുന്നത് അങ്ങനെ ഒരു ഭരണകർത്താക്കരെ അല്ല, സർവശക്തനായ ദൈവത്തെ. അഖിലാണ്ടത്തെ മുഴുവൻ ശക്തിയുള്ള വചനത്താൽ നിലനിർത്താൻ കഴിവുള്ള ഒരു ഉന്നതനായ ദൈവത്തെ. നല്ലൊരു ഹല്ലേലൂയ പറ. അവൻ ഒരു കാര്യം ഇത് പറയുമ്പോൾ, സർവശക്തൻ അവിടെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു? തകർത്തു, ചിതറിച്ചു. ദൈവ റോബിൻസൺ ഭാഷ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നൊരു കാര്യം പറയാം. ഒരിക്കലേ ആമേൻ സ്തോത്രം, തമിഴ്നാടിൻ്റെ മദ്രാസിൻ്റെ തെരുവിലൂടെ ജയലളിത ഇങ്ങനെ വാഹന അകമ്പടിയോടെ താൻ ഇങ്ങനെ പോകുമ്പോൾ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് നല്ലൊരു പൂന്തോട്ടം കണ്ടു. ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തോട് ചേർന്ന് കൊച്ചു കൊച്ചു വില്ലകളും വീടുകളും ഒക്കെ കണ്ടു. താൻ ആകർഷഭരിതനായി വണ്ടി ചവിട്ടി നിർത്തി. എന്നിട്ട് ജയലളിത കൂടെ ഇരിക്കുന്ന ആളോട് പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് വേണം, അത്ര ഭംഗിയാ. ചെന്ന് ചോദിച്ചു, ആമേൻ തലൈവി ഇരിപ്പുണ്ട്. തലൈവി പറയുന്നു, ഈ സ്ഥലം തലൈവിക്ക് വേണം. അപ്പൊ അവിടെ നിന്നൊരു ദൈവദാസൻ പറഞ്ഞു, ഇല്ല, ഇതെന്റെ പിതാക്കന്മാരായിട്ട് തുടങ്ങിയ ഒരു അഗതി മന്ദിരമാ, ഒരു ഓഫണേജാ. ഇവിടെ അനാഥ ബാലന്മാരായ കുറെ ചെറുപ്പക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി തുടങ്ങിയതാ. ഇത് വിട്ടുകൊടുക്കത്തില്ല. ഇതെന്റെ അപ്പനായിട്ടുണ്ടാക്കിയതാ. ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. അനാഥ ബാലന്മാർ, കുഞ്ഞുങ്ങൾ നട്ടു വളർത്തിയ ചെടികളാ ഇവിടെ നിൽക്കുന്നത്. പുള്ളി പറഞ്ഞു, നിങ്ങൾക്കറിയാലോ തലൈവി ആരാന്ന്. ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആമേൻ അത് വാങ്ങിച്ചിരിക്കും. പുള്ളിക്കാരൻ പറഞ്ഞില്ല, ഞങ്ങൾക്കിത് ദൈവം തന്നതാ, ഞങ്ങൾ വിട്ടുതരില്ല. പിറ്റേ ദിവസം എന്നാ ചെയ്യുന്നറിയാമോ? വലിച്ചു പുറത്തിട്ടു. ഒറ്റ രാത്രി കൊണ്ട് ആ കൂടാരം മുഴുവൻ അടിച്ചു പൊളിച്ച് തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആ സ്ഥലം കൈക്കലാക്കി. ആരും മിണ്ടിയില്ല, ആരും ചലിച്ചില്ല, ആരും ഒന്നും പറയാൻ മുതിർന്നുമില്ല. പക്ഷെ കേൾക്കണോ നിങ്ങൾക്ക്? ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കസേരയാടാൻ തുടങ്ങി. അവൻ സുരസ്ഥമായിരുന്ന കസേരയെന്ന് ദൈവം വലിച്ച് താഴെയിട്ടു. അവൻ ദൂത് മറക്കല്ലേ, പത്രത്തിൽ വന്നതല്ലേ. അവൻ ഒരു കാര്യം ഉറപ്പാക്കണം, ഇതൊന്നുമല്ല, ഇവിടത്തതൊന്നുമല്ല അധികാരം മുഴുവൻ ദൈവത്തിനാണ്. അവൻ ഭരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളവരെ അവൻ കയറ്റുന്നു, ചിലരെ അവൻ വലിച്ചു താഴെയിടുന്നു. രാജാക്കന്മാരെ ഭരിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഒരു കാര്യം പറയുക, ദൈവത്തെ കൂടാതെ ഒരു ഭരണവും ഭരിക്കാൻ ഇവിടത്തെ അധികാരികൾക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ആമേൻ പറ.
ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ പലതുമൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മുടെ മീറ്റിംഗും ഒക്കെ ഇങ്ങനെ ലൈവ് പോകുന്നതാ. ഇപ്പോ സ്തോത്രം, ദൈവമില്ലെന്ന് പറഞ്ഞ ആളുകളും ആമേൻ ദൈവം എന്ന് പറയുന്നതൊക്കെ ആശയങ്ങളാന്ന് പറഞ്ഞവരും ഒക്കെ ഇപ്പൊ ദൈവത്തെ ആരാധിക്കുന്നവരെയാ കൂട്ടുപിടിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്തിനേറെ പറയുന്നു, പാർട്ടി നേതാക്കന്മാർ ഇപ്പൊ പ്രസംഗിക്കുന്നത് മത്തായി സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും ഒക്കെയാണ്. അവൻ ജനറൽ കൺവെൻഷനുകളിൽ ഇപ്പോൾ ഏറ്റവും നന്നായി ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ റവറന്റുമാരുടെ പ്രസംഗമല്ല, പിന്നെയോ അവൻ നേതാക്കന്മാരുടെ പ്രസംഗമാ. കേട്ട് കാണും, കണ്ടു കാണും. എത്ര പേരത് കേട്ടു? സ്വത്രം. ഇപ്പൊ ജനറൽ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന ആരാ? ഉപദേശിമാരല്ല, പകരം പാർട്ടി നേതാക്കന്മാരും അധ്യക്ഷന്മാരും ഒക്കെ ഇപ്പൊ ചെന്ന് പ്രസംഗിക്കുന്നേ. കഴിഞ്ഞ ദിവസം വീണ ജോർജ് അവൻ IPCയുടെ കൺവെൻഷൻ പ്രസംഗിക്കുന്നു, അല്ലെ? പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നു, യൂത്ത് മീറ്റിംഗ് പ്രസിന്റെ പൊന്നെ ഞാൻ ആത്മാവിലായി. അതെ, VD സതീശൻ സാറിന്റെ പ്രസംഗം കേട്ട് ഞാൻ ആത്മാവിലായി. എന്ന പ്രസംഗമാ എന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. എന്തായാലും അവർക്ക് മനസ്സിലായി ദൈവം വേണം, ദൈവമാ ഭരിക്കുന്നത്. ഒരു സ്വതന്ത്രം പറയുന്നേ. ആമൻ. അടിക്കുമ്പോൾ, സുനാമി വരുമ്പോൾ, ഭൂകമ്പം ഉണ്ടായാൽ, വെള്ളം കയറിയാൽ ഇതിനെ തടയിടാനേ പറ്റൂ. ഇത് അടിക്കാതിരിക്കാൻ നോക്കാൻ ഒക്കത്തില്ല. ഇത് അടുപ്പിക്കാതിരിക്കാനും അടുപ്പിക്കാനും കഴിവുള്ളവൻ സ്വർഗത്തിലെ ദൈവമാണ്. കരമുയർത്തു ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്ത്, നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ലെന്ന് പാടാനുള്ളവർ, പറയാനുള്ളവർ ദൈവത്തെ സ്തുതിച്ച്. സർവശക്തൻ. അവിടെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു? ചിതറിപ്പിക്കുന്നു. അടുത്തത് 28-ാമത്തെ വാക്യം. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. ആമേൻ. അടുത്തത്. യെരൂശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. ആമേൻ. രാജാക്കന്മാർ നിനക്ക് എന്ത് ചെയ്യും? കാഴ്ച. ദൈവം എഴുന്നേറ്റാൽ വരേണ്ടതൊക്കെ വരും. ഒരു സ്വതന്ത്രം പറയുന്നേ. ദൈവം എഴുന്നേറ്റ് വരേണ്ടതൊക്കെ വരും. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റാൽ നിങ്ങൾ ചിന്തിക്കാത്ത തലങ്ങളിൽ നിന്ന് ചില നന്മകൾ നിങ്ങളുടെ കാൽ കീഴെ വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊണ്ടുവന്ന് തരും. വിട്ടേര്. അതിന് 35-ാമത്തെ വാക്യം. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ആമേൻ. 7-ാമത് പറയുന്നു, ദൈവം എഴുന്നേറ്റാൽ എങ്ങനെ വിളങ്ങും? ഭയങ്കരനായി വിളങ്ങും. ഒരു സ്വതന്ത്രം പറ. നല്ലൊരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ദൈവം എങ്ങനെയാ എഴുന്നേറ്റാ വിളങ്ങുന്നത്? ഭയങ്കരനായി അവൻ വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് എന്ത് കൊടുക്കുന്നു? ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ വാക്യം പറഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ സാന്നിധ്യം ചലിക്കുന്നു. അവന്റെ സാന്നിധ്യം ചലിച്ചാൽ ഒരു ഭയങ്കര മഹത്വം വെളിപ്പെട്ട് വരും. അവന്റെ സാന്നിധ്യം കുടുംബത്തിൽ ചലിച്ചാൽ, അവന്റെ സാന്നിധ്യം ശുശ്രൂഷയിൽ ചലിച്ചാൽ, അവന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടാരത്തിൽ ചലിച്ചാൽ, നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചിലത് ഇന്ന് പകൽ നിങ്ങൾ കാണാൻ തുടങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങും. മോശ കയറിയ പർവ്വതത്തിൽ ദൈവം ഇറങ്ങിയപ്പോൾ അവന്റെ സാന്നിധ്യം ചലിച്ചില്ലേ? ഇന്ന് പകൽ വിശ്വസിക്ക്, ഈ കൂടാരത്തിനകത്ത് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അവന്റെ സാന്നിധ്യം ഈ പകൽ ദേശത്തേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയാണ്. ദൈവമക്കളെ, ഒരു വിജയത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഞങ്ങളെ ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, പ്രസംഗിക്കാൻ പോകുന്നതിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. ദൈവമേ, മെസ്സേജ് തയ്യാറാക്കിയിട്ടുണ്ട്, മെസ്സേജ് പറയാൻ പ്ലാറ്റ്ഫോമും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം പകരണേ. ഇത് മനസ്സിലായോ? പ്രസംഗം കൊണ്ട് നമുക്ക് ജനത്തെ നേടാൻ കഴിയത്തില്ല. പക്ഷെ പ്രസംഗത്തിനകത്ത് സാന്നിധ്യം വ്യാപരിച്ചാൽ, അല്ലേ ലോഡ്? ശരിയല്ലേ? ചുമ്മാ പാടുന്നതും പാടുമ്പോൾ സാന്നിധ്യം വ്യാപരിക്കുന്നത് രണ്ടും രണ്ടല്ലേ?
ആമേൻ. സഹോദരൻ പറ, പ്രസംഗിക്കുമ്പോൾ ഉറങ്ങുന്നെങ്കിൽ ഓർത്തോ, സാന്നിധ്യത്തിന് എവിടെയോ കുറവുണ്ട്. ഒരു പാട്ടേ പാടുന്നുള്ളൂ, സാന്നിധ്യമുണ്ടെങ്കിൽ ജനം കൂടി വരും. 5 മിനിറ്റ് പ്രസംഗിക്കുന്നുള്ളൂ, സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ജനം ഒരുമിച്ച് നിൽക്കും. ആമേൻ. ഒറ്റ ദൂത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഭവനത്തിനകത്ത് വിജയത്തിൻ്റെ രഹസ്യം ദൈവ സാന്നിധ്യമായിരിക്കണം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരാജയപ്പെടും. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഈ പകൽ ദൈവത്തിന്, ദൈവജനത്തിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. പെട്ടകത്തിന് മേൽ വ്യാപരിച്ചത് ഈ ദൈവ സാന്നിധ്യമാണ്. ആമേൻ. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരാം. എൻ്റെ ഉള്ളത്തിൽ വരുന്നത് ജോഷുവയുടെ പുസ്തകം എടുത്തത്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ആണോ 12-ാം വാക്യമാണോ, കൊയ്ത്ത് കാലത്തേക്കെയും എന്നുള്ളൊരു വാക്യമുണ്ടല്ലോ. എത്ര വാക്യം? 12-ആണോ? കൊയ്ത്തുകാലത്തൊക്കെയും 15-ാം വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും അപ്പോൾ ജോഷുവ, ആമേൻ, 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. അടുത്ത വാക്യം. സാരേദാന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ, ഒറ്റ വാക്യം മതി, ഒറ്റ വാക്യം മതി. 15-ാം വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. കവിഞ്ഞെന്ത് ചെയ്യും? ഒഴുകും. ഏത്? യോർദാൻ തീരമല്ല. ദൈവജനം വാഗ്ദത്തത്തിലേക്ക് കാലെടുത്തു വെക്കാൻ സമയമായി. അവർ സ്വപ്നം കണ്ട വാഗ്ദത്ത ദേശത്ത് അവർ കാലുവെക്കാൻ സമയമായപ്പോൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതാ യോർദാൻ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. പറ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരോടോ, പരിശുദ്ധാത്മാവ് സഹോദരന്മാരുടെ ഭാഗത്ത് ഇടയിലിരിക്കുന്ന ആരോടോ കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്റെ വാഗ്ദത്തം പ്രാപിക്കേണ്ട തക്ക സമയത്ത് നീ പ്രതീക്ഷിക്കാത്ത ചില യോർദാൻ നിനക്കെതിരെ കരകവിഞ്ഞൊഴുകി വരുമ്പോൾ ഭയപ്പെടണ്ട. നിന്റെ അകത്തുള്ള ദൈവ സാന്നിധ്യം അതിനെ ഇന്ന് പകൽ വട്ടിച്ചു കളയാൻ പോകുക. ഇത് ചിലരോടുള്ള ആത്മാവിന്റെ ദൂതാണ് കേട്ടോ. നീ ഒരു വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നിന്നോട് അറിയിച്ച ആ വാഗ്ദത്ത ആമൻ ദേശം അവകാശമാക്കാൻ നിന്റെ കാൽച്ചുവട് നീ മുന്നോട്ട് വെക്കുമ്പോൾ നിനക്കെതിരെ അവൻ വാഗ്ദത്തത്തിനെതിരെ കൂലം കുത്തി ഒഴുകുന്ന കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ വട്ടിച്ചു കളയാൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കണ്ടനാളം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധന നിർത്തരുത്. ആരാധിച്ചു തുടങ്ങ്. ഈ പകൽ ചിലത് പ്രാപിക്കുന്ന പകലോ. പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട് പറയുന്നു, ആ വചനം അങ്ങനെ തന്നെ ഞാൻ പറയാ. എൻ്റെ ചെവിയിൽ കേൾക്കുന്നു. ഞാൻ ചെല്ലുന്നതിന് മുൻപേ, എനിക്ക് മുമ്പേ വേറൊരുത്തൻ ഇറങ്ങുന്നു. നീ പ്രാപിക്കേണ്ട വിടുതൽ നീ ചെല്ലുന്നതിന് മുമ്പേ മറ്റു ചിലർ പ്രാപിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ ഇന്ന് രാത്രി പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്താൽ നിങ്ങൾ പ്രാപിക്കേണ്ട ആ അവകാശം, നിങ്ങൾ പ്രാപിക്കേണ്ട ആ വാഗ്ദത്ത നന്മ നിങ്ങൾ തന്നെ പ്രാപിക്കാം. യോർദാൻ കരകവിഞ്ഞൊഴുകിയപ്പോ അവരൊരു കാര്യം തീരുമാനിച്ചു. ഈ യോർദാനെ പിൻവാങ്ങിക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ലേവ്യര് തോളത്ത് വെച്ച് ചുമക്കാൻ തുടങ്ങി. പെട്ടകം തോളത്ത് വെച്ച് യോർദാന്റെ വക്കത്ത് അവർ കാല് ചവിട്ടിയപ്പോ യോർദാൻ രണ്ടായി ചിറ പോലെ നിന്നു. ആത്മാവിലൊരു ദൂത പറയുന്നു, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്താൽ നിനക്കെതിരെ നിൽക്കുന്ന യോർദാൻ ഇന്ന് ചിറ പോലെ നിൽക്കാൻ പോകുക. വിശ്വസിക്കുന്നവരാമേൻ പറ. നിനക്ക് നിന്റെ കുടുംബത്തിനോ നിനക്ക് നിന്റെ വാഗ്ദത്തത്തിനോ എതിരായി വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില മരണശക്തികളായ യോർദാനെ ഈ പകൽ എന്റെ ദൈവ ചിറ പോലെ നിർത്താൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. ആമേൻ, 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 ആമേൻ.
ദൈവ സാന്നിധ്യത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുക. ദൈവ സാന്നിധ്യത്തിന് നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക. ഈ വാക്യം നിങ്ങൾ മറക്കല്ലേ കേട്ടോ. കാമൻ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോ യോശുവ പറഞ്ഞു, ആ പെട്ടകമെടുത്ത് തോളത്ത് വെച്ച്, പുരോഹിതന്മാർ പെട്ടകമെടുത്തു തോളത്ത് വെച്ചു. പെട്ടകം തോളത്ത് വെച്ച് അവർ കാല് പൊക്കിയിട്ട് ആ യോർദാന്റെ വക്കത്ത് ചവിട്ടിയപ്പോ അത് രണ്ടായി പിരിഞ്ഞു ചെറ പോലെ നിന്നു. ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിനക്കെതിരെ നിന്ന ചില യോർദാൻ വിശ്വാസത്താൽ, ദൈവ സാന്നിധ്യത്താൽ, ദൈവത്തിന്റെ മഹത്വത്താൽ അത് ചിറ പോലെ നിൽക്കുന്നത് അന്യ കണ്ണുകൊണ്ടല്ല, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നീ കാണുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഓ ശബലരഗതന റീബനരഗ സന്തൽപൗഡബലഗടഗതനാദല. ഈ സാന്നിധ്യം നിനക്ക് വിജയം തരും. ഈ സാന്നിധ്യം നിനക്ക് ഉറപ്പ് തരും. ഈ സാന്നിധ്യം നിന്റെ മേലൊരു അത്ഭുതം ചെയ്യും. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മുക്കുവനായ പത്രോസും കൂട്ടരും എങ്ങനെയാ ഇത്ര ഫേമസ് ആയ? സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലേക്ക് കയറി ചെല്ലുമ്പോൾ ജന്മനാ മുടന്തനായി ഒരുത്തൻ അവിടെ ഇരിക്കുക. വല്ലതും കിട്ടുമെന്ന് കരുതിയാ നോക്കിയത്. അവർ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രാനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പോകുന്നിടത്തൊരു ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്ന്? സോദരം, ഞാൻ പേരും ആളും ഒന്നും പറയുന്നില്ല. നമ്മുടെ ചർച്ചയുള്ള ഒരാളാണ്, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ ഓട്ടോറിക്ഷയിൽ ഒരാൾ കയറി, ഒരു കുടുംബം കയറി. കുറച്ച് കഴിഞ്ഞ് ഈ ഓട്ടോ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോയുടെ പുറകിൽ കയറിയ പുള്ളി ഈ ഓട്ടോറിക്ഷക്കാരനെ തട്ടിയിട്ട് പറയും, ബ്രദറെ എന്തു പറ്റി? ഒന്ന് വണ്ടി നിർത്തി. എന്താണെന്നറിയില്ല, ഈ ഓട്ടോ കയറിയപ്പോൾ തൊട്ട് എന്തോ ഒരു ഭയങ്കര സമാധാനം, എന്തോ ഒരു പ്രത്യേകത. വിളിക്കാൻ ചോദിച്ചു, ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാ നിങ്ങൾക്ക് തോന്നിയേ? എന്തോ ഒരു ഭയങ്കര ഒരു ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾക്ക് തിരക്കുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എന്നാലേ അതിന് കാരണമുള്ളൊരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാനിവിടെ താമസിക്കുക, ഈ ഗേറ്റിൻ്റെ വാതിക്കെ കൊണ്ടുവന്ന് നിൽക്കുക. ഭക്ഷണം ഇറങ്ങി വന്നേ. എന്നാ പറ്റി? ഒരു ഫാമിലി ഉണ്ട്. പക്ഷെ എങ്ങനെ ഇവരെ പരിചയപ്പെട്ടു? ഓട്ടോയിൽ കയറിയതാ. ആ സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്തു. ഈ പണ്ട് നമ്മുടെ ടെൻറ്റാ, ആ ടെൻറ്റിനകത്തെ കസേരയിട്ട് അവരുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ചു, അത്ഭുതം ചെയ്തു. ഓട്ടോക്കകത്ത് സാന്നിധ്യം വ്യാപരിച്ചു. നീ ഒരാൾക്കൊരു ലിഫ്റ്റ് കൊടുത്താൽ ആ ലിഫ്റ്റ് ചോദിച്ച് കയറിയവന്റെ മേൽ ആ സാന്നിധ്യം ചലിക്കണം. നിന്റെ വീട്ടിനകത്ത് ഒരുവൻ കാല് വെച്ചാൽ അവൻ കാല് വെക്കുമ്പോൾ ആ സാന്നിധ്യം ചലിക്കണം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവ സാന്നിധ്യം വിജയം തരും. ഞാനിവിടെ ഇങ്ങനെ പറയുകയാണ്, ഏലിയുടെ കാലത്ത് പെട്ടകം അവര് ശീലോഹാമി കൊണ്ടുവന്നു. പെട്ടകം വന്നപ്പോൾ ഭൂമി കുലുങ്ങുന്നത് പോലെ അവരെന്ത് ചെയ്തു? ആർപ്പിട്ടു. ആർപ്പിന്റെ ശബ്ദം കേട്ടിട്ട് ഫെലിസ്ത്യർ ചോദിച്ചു, എന്താണ് ഈ ശബ്ദത്തിന് കാരണം? അവർ പറഞ്ഞു, പെട്ടകം കൂടാരത്തിൽ വന്നു. സാന്നിധ്യം കൂടാരത്തിൽ വന്നതിൻ്റെ ശബ്ദമാ കേട്ടത്. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാം. ദൈവ സാന്നിധ്യം വിജയം തരുമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആ സാന്നിധ്യം വ്യാപരിച്ചാൽ, നിങ്ങൾക്കെതിരെ എത്ര ചൊല്ലിക്കെട്ടുന്ന മന്ത്രവാദി ഉണ്ടെന്ന് പറഞ്ഞാലും ആ മന്ത്രവാദം ഒന്നും നിങ്ങളെ തൊടുകയില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, നിങ്ങൾ അതിലൊന്ന് വിശ്വസിക്ക്. ആ സാന്നിധ്യം ഇന്ന് ആ ഭവനത്തിൽ ചലിക്കട്ടെ. ആ സാന്നിധ്യം ആ കൂടാരത്തിനകത്ത് ഇന്ന് വക ചലിച്ചിറങ്ങട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ആമേൻ. ഇനി 2-3 കാര്യം കൂടി പറഞ്ഞ്
നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കണം. ദൈവം എഴുന്നേറ്റാൽ അടുത്ത സംഭവിക്കുന്ന മറ്റൊരു കാര്യം, യെശയ്യാവിന്റെ പ്രവചനം 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. മക്കളെടുത്ത് വേഗം എടുത്തേ. വേദപുസ്തകങ്ങൾ എല്ലാവരും എടുക്കുക. കുഞ്ഞുങ്ങളൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. നല്ലത്. ഓക്കെ, വേഗം വായിച്ചു. ദുഷ്ടനയ്യോ കഷ്ടം. 3:11. 3:13. യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റ് വംശങ്ങളെ എഴുന്നേറ്റ് വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു. ദൈവം എന്തിനാ എഴുന്നേൽക്കുന്നറിയാമോ? വംശങ്ങളെ വിധിപ്പാൻ ദൈവം എഴുന്നേൽക്കും. ദൈവം എഴുന്നേറ്റാൽ ചിലതൊക്കെ ദൈവം വിധിക്കും. വംശങ്ങളെ വിധിപ്പാൻ ദൈവം എഴുന്നേൽക്കും. ഞാൻ പറഞ്ഞു ആ 7 കാര്യം ആദ്യം ഞാൻ പറഞ്ഞു, ദൈവം എഴുന്നേറ്റാൽ സംഭവിക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു, ദൈവം എഴുന്നേൽക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം ദൈവ സാന്നിധ്യം ചലിക്കുന്നതാണ്. ആ സാന്നിധ്യം ചലിച്ചാൽ നമുക്കൊരു വിജയമുണ്ടാകുമെന്ന് അടുത്ത വാക്യം പറഞ്ഞു. ഇതാ യെശയ്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം എഴുന്നേറ്റാൽ ആമേൻ എന്ത് ചെയ്യും? വ്യവഹരിക്കും. മോനെ, ഒരു വാക്യം കൂടി എനിക്ക് വേണം. അത് ഇതിനകത്തിരിക്കുന്ന ചിലരോടുള്ള വാക്തത്വ വചനമാണ്. സങ്കീർത്തനം 12-ന്റെ 5-ാമത്തെ വാക്യം എല്ലാവരും ബൈബിൾ എടുത്തിട്ട് കുറിച്ചിടണം. ഇത് നിങ്ങളോടുള്ള വാക്തത്വ വചനമാണ്. വായിച്ച മോനെ. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ദൈവത്തിന്റെ ആത്മ പറയുന്നു, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഇപ്പോൾ ദൈവം എഴുന്നേൽക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ദീർഘശ്വാസം നിമിത്തം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്മേലുള്ള ഞരക്കത്തെ കണ്ട് നിനക്ക് വേണ്ടി ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, ഇന്നത്തെ ഈ പകൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുക. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തവും ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കുക. ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്? ആരെല്ലാം ഞരക്കി പ്രാർത്ഥിക്കുന്നുണ്ട്? ആരെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നിന്നോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ ദീർഘശ്വാസം നിമിത്തം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ എന്റെ ദൈവം എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേക്കും. ആർക്ക് വേണ്ടി എഴുന്നേക്കും? എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം. ദൈവമക്കളെ, ഞാൻ ഈ ദരിദ്രന്മാരുടെ ദീർഘശ്വാസം എന്ന വാക്ക് ഒന്ന് അവൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ആരും പോരുമില്ലാത്ത, നിലയും വിലയുമില്ലാത്ത, കഴിവില്ലാത്ത, എല്ലാവരും തള്ളപ്പെട്ട, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നീ? നിനക്ക് വേണ്ടി എഴുന്നേക്കാൻ ഒരു സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത ദൈവമേ, സഹായിപ്പാൻ ആരുമില്ലേ? രക്ഷിക്കാൻ ആരുമില്ലേ? കൈതരാൻ ആരുമില്ലേ? നീ എളിയവനാ, നീ ദരിദ്രനാ, നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കും എന്ന് ദൈവം പറയുന്നു. ആ വാക്യം എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുന്നു, ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. ആരെഴുന്നേൽക്കും? ദൈവം എഴുന്നേൽക്കും. അങ്ങനെയല്ല, ആ വാക്യം ഒന്ന് വായിച്ചേ. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ആരെങ്കിലും ആ രീതിയിൽ നിന്നയോ കഷ്ടമോ ഭയമോ ഭാരമോ നേരിടുന്നെങ്കിൽ കർത്താവ് വളരെ ശക്തമായി പറയുന്നു, ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നിന്റെ കൂട്ടുകാരല്ല, ബന്ധുക്കളല്ല, ചാർച്ചക്കാരല്ല, ആമെ പണമുള്ളവരല്ല, പ്രസക്തിയുള്ളവരല്ല, അവരെല്ലാം മാറി നിൽക്കുമ്പോ നിനക്ക് വേണ്ടി എഴുന്നേക്കാൻ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവര്, ഈ കരമടിച്ചൊന്ന ദൈവത്തെ ആരാധിച്ചവര്, ഞാനിപ്പോൾ എഴുന്നേക്കാം, ഞാനിപ്പോൾ എഴുന്നേക്കാം, ഞാനിപ്പോൾ എഴുന്നേക്കാം, ഞാനിപ്പോൾ എനിക്ക് വേണ്ടി ദീർഘശ്വാസം കഴിക്കുന്നവർക്ക് വേണ്ടി ഞാനിപ്പോൾ എഴുന്നേൽക്കും. ദൈവം എഴുന്നേക്കും. ദൈവം എഴുന്നേക്കും. ഒരു മനുഷ്യനും ഇല്ല, പക്ഷെ ദൈവം എഴുന്നേക്കും. എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ മുമ്പിൽ സമയമില്ല. കുറേ കാര്യങ്ങൾ പൊങ്ങി വരുന്നുണ്ട്, കുറേ അനുഭവങ്ങൾ കൂടിപ്പോകും. അതുകൊണ്ട് ഞാനത് വിട്ടുകളയുക. എളിയവരുടെ പീഡ നിമിത്തം, അവരുടെ ദീർഘശ്വാസം നിമിത്തം ദൈവം പറയുന്നു, അവന് വേണ്ടി ഞാൻ എഴുന്നേക്കും.
അടുത്തിരിക്കുന്ന അവിടെ കൈ കൊടുത്തവർ ആരും എഴുന്നേക്കാനില്ലെങ്കിലും എനിക്ക് വേണ്ടി ദൈവം എഴുന്നേക്കും. ധൈര്യമായിട്ട് പറഞ്ഞോ, എനിക്ക് ആരുമില്ല. പക്ഷേ എനിക്ക് വേണ്ടി എഴുന്നേക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി വ്യവഹരിപ്പാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ആരുമില്ല, എനിക്ക് വേണ്ടി തുണ നിൽക്കാൻ ആരുമില്ല. ധൈര്യമായിരിക്കും, നിനക്ക് വേണ്ടി ആരും വേണ്ടെന്നേ. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്നേ. ഏത് കോടതിയിലും ഏത് സമഷ്ടവും നിനക്ക് വേണ്ടി എഴുന്നേക്കാൻ കഴിവുള്ള തൻ്റെ ഇടമുള്ള ആമൻ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. സ്വതന്ത്രം കരം വീശുരാമേ പറഞ്ഞു. ഞങ്ങള് ഒരിക്കലും ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് പോയ കുണ്ടന്നൂരേക്ക് പോകുന്ന വഴിക്ക് ഒരു സാധുവായ മനുഷ്യൻ 2-3 ചെറുപ്പക്കാർ പിള്ളേർ നല്ല ജിമ്മും നല്ല തൻ്റെ ഇടയ്ക്കുള്ള 3-4 ചെറുപ്പക്കാർ ബൈക്കിന് വന്നിട്ട് ഈ സാധുവായ ഒരു മനുഷ്യൻ്റെ ഈ ചായ വിൽക്കാൻ നടക്കത്തില്ലേ, പുറകിൽ കെറ്റിൽ വെച്ച് ഈ മനുഷ്യൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് ഇയാൾ ചായപാത്രം കൊണ്ട് അവിടെ അലച്ചു വീണു. നമ്മുടെ കുണ്ടന്നൂരേക്ക് പാലം എത്തുന്നതിന് മുമ്പ്. എന്നിട്ട് ഈ മനുഷ്യൻ ചായ പോയല്ലോ വിറച്ച് നിൽക്കുമ്പോൾ ഇവന്മാർ 4 പേരും കൂടി ഇയാളെ തല്ലാൻ പോയി. റോങ് സൈഡ് കയറി വന്നില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം വണ്ടി നിർത്തും, ഈ ചേട്ടനെ തെറി പറയുന്നു, ഇത് കേട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും. എനിക്കത് സങ്കടം തോന്നി. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തല വെച്ച് എന്തിനാ അടികൊള്ളുന്നത്? ഞാനിങ്ങനെ കർത്താവ് എന്നാലും ഈ മനുഷ്യനോട് ഇനിപ്പന്മാർ ഇങ്ങനെ കാണിക്കുന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളൊരു ബുള്ളറ്റിന് വന്നു. പുള്ളി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എനിക്കിട്ടും കൊണ്ടുവന്ന് ഇടിച്ചു, എൻ്റെ ചായപാത്രം മറിഞ്ഞു, എന്നിട്ട് ഇപ്പോൾ എന്നെ തല്ലാൻ പോയെന്ന് പറഞ്ഞു. പുള്ളി ആ ബുള്ളറ്റ് അങ്ങ് സ്റ്റാൻഡിലോട്ട് വെച്ചു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടു നിൽക്കുക. ഈ കൈ കൊണ്ട് മറ്റവന്മാർ 2 പേരെ, ഇപ്പുറത്തെ കൈ കൊണ്ട് ഇവന്മാർ 2 പേരെ ഇങ്ങനെ ചേർത്തങ്ങ് പിടിച്ചു. തല്ലോടാന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ പോയിക്കോളാന്ന് പറഞ്ഞു. തല്ലടാ, തല്ലിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നീ നീയൊക്കൊന്ന് തല്ല് കാണട്ടെന്ന് പറഞ്ഞു. മനുഷ്യനങ്ങ് വിറക്കിയ. എൻ്റെ 2 കൈ കൂടിയ കൈ അയാളുടെ 1 കൈ. അയാൾ വണ്ടി ആ ബുള്ളറ്റ് അങ്ങ് എടുത്തിട്ട് ഒരു കൈ വെച്ചിട്ട് ഇതങ്ങനെ സ്റ്റാൻഡായിട്ട് വലിച്ചു വെച്ചപ്പോൾ തന്നെ ഇമ്മയുടെ പകുതി ആയുസ് പോയി. ചേട്ടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോകാൻ ഒക്കത്തില്ല. ചേട്ടാ ഇത് എത്ര ചായയുണ്ട്? 32 ചായയുണ്ട്. എത്ര ചായക്ക് വില? 10 രൂപ എന്ന് പറഞ്ഞു. വേഗം കൂട്ടി കൊടുക്കടാന്ന് പറഞ്ഞു. പേഴ്സ് 4 പേര് ഒരുമിച്ചാണ് എടുത്തേ. ഒരാൾ പറഞ്ഞു ഞാൻ കൊടുക്കാം, ഒരാൾ ഇല്ല ഞാൻ കൊടുക്കാം, ഒരാൾ ഇല്ല ഞാൻ കൊടുക്കാം, ആരെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നേ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചായക്കാരൻ പറഞ്ഞു 5 രൂപ ബാലൻസ് ഉണ്ടല്ലോ, ചേട്ടൻ വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആയുസി മറക്കില്ല. എളിയവൻ്റെ ദീർഘശ്വാസം നിമിത്തം അവിടെ ഇരുന്ന് വാക്യം ഞാൻ ഓർത്തു. ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. നിനക്കല്ലേ ശക്തിയില്ലാത്ത, നിനക്കല്ലേ കഴിവില്ലാത്ത? കഴിവുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നേ, ശക്തി ഉള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നേ. നീയല്ല ബലഹീനൻ, നിനക്കല്ല ബലഹീനത, നിനക്കല്ല ആളില്ലാത്തത്, നിനക്കല്ല പണമില്ലാത്തത്, നിനക്കല്ല പ്രശസ്തിയില്ലാത്തത്. പക്ഷെ ഇത് 2 ഉള്ളവരെ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കും. സ്വോത്രം 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 സ്വോത്രം. നല്ലൊരു ആമേൻ പറ. ആമേൻ. സ്വോത്രം. നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ചർച്ചിനെതിരെ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഇവിടം വരെ കയറി വന്നേ. അപ്പോൾ ഇവിടുത്തെ ആളുകളെല്ലാം കൂടി സ്തോത്രം നമുക്കെതിരെ മാസ് പെറ്റീഷനൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് SIയും സർക്കിളും എല്ലാം കൂടി സംസാരിച്ച് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലൊരാൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് ഭയങ്കര പിടിപാടല്ലേ? എന്നാ ചോദിച്ചേ? അല്ല നിങ്ങൾക്ക് ഭയങ്കര പിടിപാടല്ലേ? ഞാൻ പറഞ്ഞാ ആരാ നിങ്ങൾക്ക് പിടിപാട്? ഞങ്ങളുടെ പിടി അങ്ങ് ഉയരത്തില്ല. സ്തോത്രം. ആമേൻ പറ. നമ്മുടെ പിടിപാടങ്ങ് സ്വർഗത്തിലാണ്. സ്തോത്രം. നിങ്ങൾ എന്തിനാ താഴുന്നത്, എന്തിനാ കുറയുന്നത്? ധൈര്യമായിട്ട് കരമുയർത്തി തല ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. നിന്റെ പിടിപാട് സ്വർഗത്തിലാന്നേ. എളിയവരുടെ ദീർഘശ്വാസം നിമിത്തം ദൈവം എഴുന്നേൽക്കും. ആത്മാവിൽ ഞാൻ പറയുന്നു, ഒരുപാട് പ്രാവശ്യം നിന്റെ ഹൃദയം വേദനിച്ചിട്ട് നീ പറഞ്ഞില്ലേ, ദൈവമേ
ഇവരോട് ആര് ചോദിക്കും? ചോദിക്കാൻ ദൈവം എഴുന്നേക്കാൻ പോകുക. നിനക്ക് വേണ്ടി ദൈവം എഴുന്നേക്കാൻ പോകുക. നിന്റെ എളിയവരുടെ പീഡ നിമിത്ത, എളിയവരുടെ ദീർഘശ്വാസം നിമിത്ത ദൈവം എഴുന്നേക്ക. ദൈവം എഴുന്നേക്ക്. രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ദൈവം എഴുന്നേറ്റാൽ അവൻ ചിലത് സംഭവിച്ചിരിക്കുക. സാന്നിധ്യം ചലിച്ചാൽ ചിലത് സംഭവിച്ചിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷ 8-ാമത്തെ അധ്യായം അതിന് 24-ാമത്തെ വാക്യം. വേഗം വായിച്ചു. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ടവർ പ്രാണഭയത്തിലായി. അടുക്കെ ചെന്നു നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ്. എല്ലാരും പറ, അവൻ എഴുന്നേറ്റ്. പോരെ സഭ ഒരുമിച്ച് പറ, അവൻ എഴുന്നേറ്റ്. നാഥ എന്ന് 2 പ്രാവശ്യം വിളിച്ചപ്പോ അമരത്ത് തലയണ വെച്ചുറങ്ങുന്ന നാഥൻ എഴുന്നേറ്റു. ദൈവപൈതലേ, വിളിച്ച് നിനക്ക് വേണ്ടി, വിളിക്കുന്ന നിനക്ക് വേണ്ടി ഈ ഞായറാഴ്ചയുടെ പകൽ എന്റെ ദൈവം എഴുന്നേക്കാൻ പോകുക. ഏത് കാറ്റിനെയോ, ഏത് കടലിനെയോ, ഏത് തിരമാലകളെയോ, ഏത് പ്രതിസന്ധിയെയോ, ഏത് പ്രതികൂലത്തെയോ തരണം ചെയ്യാൻ കഴിവുള്ളവനായി നിനക്ക് വേണ്ടി എഴുന്നേക്കുന്ന ഒരു ദിവസമെന്ന് ആത്മാവിൽ ഞാൻ പറയുന്നു. ദൈവത്തിന് സ്വതന്ത്രം പറ. ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ രക്തം തിളച്ചു കയറും. തടാകത്തിൽ അല്ലേ അവൻ ഒരു ചുഴലിക്കാറ്റുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിന്റെ അവൻ സമുന്നത്താൻ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആത്മാവിൽ ഞാൻ നിങ്ങളുടെ ദൂത് പറയുന്നു. പടകി തീര തള്ളിക്കയറിയപ്പോൾ അവർ പ്രാണഭയത്തിലായി. അടുക്കെ ചെന്ന് 2 പ്രാവശ്യം വിളിച്ചു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. അടുത്ത വാക്യം എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എന്ത് ചെയ്തു? ഉണർത്തി. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. എന്റെ പടകിൽ കർത്താവ് ഇന്ന് ഉണർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതിന് ഈ ഒരു ഹല്ലേലൂയ പോരെന്നേ, ഒരു സ്വതന്ത്രം പറ. ജീസസ്, എന്റെ പടകിൽ ആര് ഉണർന്നിട്ടുണ്ട്? യേശു ഉണർന്നിട്ടുണ്ട്. യേശു ഉണർന്നു. എന്നിട്ട് അവൻ എഴുന്നേറ്റ്. അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. അടുത്തിരിക്കുന്ന 2, 3, 4, 5 പേരോട് പറ, ദൈവം എഴുന്നേറ്റിട്ടുണ്ട്. ദൈവം മക്കളെ പറ, എഴുന്നേറ്റു. ദൈവം എഴുന്നേറ്റിട്ടുണ്ട്. ആമേ. ഏതോ കുരുത്തക്കേട് കാണിച്ച മക്കൾ കുരുത്തക്കേട് കാണിച്ച് വീട്ടിൽ അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ കിച്ചണിൽ അടങ്ങിയിരിക്കുമ്പോൾ അമ്മ പറയുക, അപ്പൻ ഉറക്കവാ, അപ്പൻ എഴുന്നേക്കട്ടെ, തരും എന്ന് പറയുന്ന തരാൻ വേണ്ടിയല്ല എഴുന്നേറ്റത്, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനാണ് എഴുന്നേറ്റത്. ഭയപ്പെടണ്ട. ആമേ. നാഥാന്ന് വിളിച്ചു. കർത്താവ് പറയുന്നു അവൻ എഴുന്നേറ്റു. അടുത്ത വായിച്ചു മോനെ. അവൻ എഴുന്നേറ്റു. കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവൻ കാറ്റിനെ വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. ഈ മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്കില്ല, അതുകൊണ്ട് ഞാൻ ഈ ലൂക്കോസ് തന്നെ എടുത്തേ. മർക്കോസ് 5-ലും ഈ ഒരു വാക്കില്ല. ഇതിൽ മാത്രമേ ഇങ്ങനൊരു വാക്കുള്ളൂ. ഏത്? കാറ്റിനെയും. അവൻ കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെ. അപ്പൊ ചില കാറ്റിനെയും അടക്കും, ചില കോപത്തെ അടക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ചിലതൊക്കെ അടക്കാൻ ദൈവം എഴുന്നേക്കാൻ പോയ, ചില കോപത്തെയൊക്കെ ദൈവം അടക്കും. ഇന്ന് ദൈവം എഴുന്നേറ്റ ചില കാറ്റിന്റെ ശക്തിയെയും ചില കോപത്തെയും ഇന്ന് പകൽ എന്റെ ദൈവം ശാസിക്കും. ആമേൻ. തീർന്നില്ല. ആമേൻ. സ്തോത്രം മോനെ. ആമേൻ. ഒരു വാക്യം കൂടി എടുത്തേ. 68-ാം സങ്കീർത്തനം തന്നെ 6-ഉം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് എന്ത് ചെയ്യുന്നു? അവൻ ബദ്ധന്മാരെ വിടുവിക്കുന്നു. 6-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം എഴുന്നേറ്റ ചിലർക്ക് ഒരു ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാകും. ഒന്നുകൂടി പറയുന്നു, ഒരു ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാകും. ഒരു ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാകും. ഞാന് സ്തോത്രം ഒരു സാക്ഷ്യം എന്ന് പറയാം, നിങ്ങൾ കേട്ടിരിക്കണം. അവൻ വർഷങ്ങൾക്ക് മുമ്പ് സിന്ധുവിൻ്റെ അമ്മച്ചിയെടുത്ത് ഒരു നായർ കുടുംബത്തിലെ
ഒരു പോലീസുകാരൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ഫോട്ടോ വെച്ചിൽ എവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വീട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ഒന്നിവിടം വരെ വരാമോ? ഇളങ്ങുന്നപ്പോഴല്ല വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. എന്താ പറ്റി? മോനെ, പെരുമ്പാവൂരിൽ നിന്ന് ഒരു നായർ കുടുംബത്തിൽ ഒരു ആൻറ്റി വന്നിട്ടുണ്ട്, പോലീസുകാരൻ്റെ ഭാര്യ. പക്ഷെ മോനൊന്ന് ഇവിടം വരെ വരണം. ഞാൻ വരാമെന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഈർക്കിലയിൽ തുണി ചുറ്റിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കുന്ന ഭയങ്കര കളറുണ്ട്. പക്ഷെ ഈർക്കിലയിൽ തുണി ചുറ്റുന്ന പോലെ ഇരിക്കുന്ന ഒരു സഹോദരി. ആമേൻ. പെരുമ്പാവൂരിൽ നിന്ന് ഒരു ടാക്സി കൊണ്ടുവന്നേക്കുക. അമ്മച്ചി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശരീരത്തുനിന്ന് ദുർഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. ആമേൻ. ഇതങ്ങ് വിട്ടുപോകുന്നില്ല. അവസാനം അമ്മച്ചി ചോദിച്ചു, എന്താ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം 10-20 വർഷമായിട്ട് ഇവിടെ ശരീരത്തിൽ ലൈവായിട്ട് പിശാച് വരും, കയറും. എന്നിട്ട് ഇത് വന്ന് കയറുമ്പോൾ ബ്ലീഡിങ് ആരംഭിക്കും, രക്തസ്രാവം സംഭവിക്കും. ഈ ബ്ലീഡിങ് കഴിഞ്ഞ് അർത്ഥവഞ്ചനമായി ബോധം കെട്ട് വീഴുമ്പോൾ ഈ ശക്തി ശരീരത്തുനിന്ന് വിട്ടുമാറും. ഇത് ദിവസവുമുള്ള പരിപാടിയാണ്. അസ്ഥി മാത്രമേ ഉള്ളൂ, സാരി ചുറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഒന്ന് പ്രാർത്ഥിക്കുക. എത്ര ദുർഭൂതമുണ്ടെന്ന് എനിക്കറിയത്തില്ല, മോനൊന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളെ മുറിക്കകത്തോട്ട് കയറ്റി അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. ഈ സ്ത്രീ ഉണ്ടല്ലോ, എഴുന്നേറ്റങ്ങ് നിന്നിട്ട് ഈ തള്ളവരലുണ്ടല്ലോ, ഒറ്റ തള്ളവരലെ കുത്തി നിന്നങ്ങ് കറങ്ങാൻ തുടങ്ങി. കറങ്ങിട്ട് പറയുക, കഴിഞ്ഞ 28 വർഷമായി ഞാനിവളുടെ ശരീരത്തെ രക്തം മുഴുവൻ കുടിച്ചുകൊണ്ടിരിക്കുക. ഞാനിവളെ കൊല്ലും. നിനക്കൊന്നും എന്നെ തൊടാനൊക്കത്തില്ല. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ഒറ്റവാക്കി പറയുക, ഓരോന്നോരോന്ന് ഇറങ്ങാൻ തുടങ്ങി. പേര് പറഞ്ഞിറക്കാൻ തുടങ്ങി. എത്ര എണ്ണം ഉണ്ടായോ അതിനെ സകലത്തിനെയും അന്ന് പകൽ ഇറക്കി വിട്ടിട്ടാ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ആത്മാവിൽ ഞാനൊരു ദൂത് പറയുക, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്ന ഒരു സർവശക്തനായ ഒരു ദൈവത്തിന്റെ ആരോ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, പിന്നെയും ദുർഭൂതങ്ങളുടെ മേൽ ഒരധികാരം ഇവരിക്കുന്ന ദൈവദാസന്മാരുടെ മേൽ എന്റെ ദൈവം പകരാൻ പോകുക. പ്രാപിച്ചോ. എവിടേക്കെയോ ഏതൊക്കെയോ അവൻ മേഖലകളിൽ പൈശാചിക ശക്തികൾ കെട്ടിവെച്ചത് ഒരസാധാരണമായ ഡെലിവറൻസ് എന്റെ ദൈവം ഇപ്പോൾ തന്നെ ചില ദുർഭൂതങ്ങളുടെ മേൽ ഒരു ദൈവശക്തി വ്യാപരിച്ചിട്ട് അത് പുറത്തു വരാൻ പോകുക. അവൻ ആത്മാവനോട് പറയുന്നു, ബദ്ധന്മാരെ അവൻ വിടുവിക്ക്. അതിന്റെ അർത്ഥം ചില ബദ്ധന്മാർക്ക് ഒരു ഡെലിവറൻസ് എന്റെ ദൈവം ചെയ്യാൻ പോകുക. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിന്റെ മേൽ ഒരു വിടുതൽ ഉണ്ടാവും. ഇവരിക്കുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് ഒരു ബലം കിട്ടാൻ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുക. സ്തോത്രം. ഒരിക്കലേ കുന്നംകുളത്ത് നിന്ന് ഞങ്ങൾക്കൊരു ഫോൺ കോൾ വരികയാണ്. അവൻ അന്ന് എന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് കണ്ടക്കടവിലുള്ള ജോസഫേട്ടൻ കൂടെയുണ്ട്. പക്ഷേ ഒന്നിവിടം വരെ വരാമോ? ഞങ്ങൾ ചെല്ലാൻ പറ്റി. ബികോമിന് പഠിക്കുന്ന ഒരു കുട്ടി മാനസിക രോഗമായിട്ട് മുറിക്കകത്ത് അടച്ചിട്ടേക്കുക. അവളുടെ മെയിൻ പരിപാടി വസ്ത്രമൊന്നും ഇടത്തില്ല, വസ്ത്രമെല്ലാം പറിച്ച് കീറി ദൂരെ കളയും. ആര് ചെന്നാലും കാർക്കിച്ചു തുപ്പും. മാനസിക രോഗം എന്ന് പറഞ്ഞ് അടച്ചിട്ടേക്കുക. പക്ഷെ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാനസിക രോഗമല്ല, ദുർഭൂതം കയറിയതാ. വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒന്ന് വരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ ലക്ഷണം? ഇന്നതൊക്കെ ലക്ഷണം. വരാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനും ജോസ്പേനും കൂടി പോയി. ബസ് കയറി ചെന്ന് അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് അവിടെ കൊണ്ട് ഇറക്കി. ചെന്നപ്പോൾ ഒരു മുറിക്കകത്ത് ലോക്ക് ചെയ്തിട്ടേക്കുക. ഞാൻ തുറക്കാൻ പറ്റില്ല. പക്ഷേ തുറന്നാൽ കാർക്കിച്ചു തുപ്പും, നമ്മുടെ മുഖത്തടിക്കും. ഭയങ്കര വിപ്ലവമാണ്. ആമേൻ. ഒരു കാര്യം ചെയ്തു, എന്നാ ചെയ്യാനാ? കയറാൻ പറ്റത്തില്ല. അവന് കൊച്ചു പെൺകുട്ടിയാ. ജോസ്പേട്ടൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യേ, ഞങ്ങൾ പുറത്തിരുന്ന് കുറെ നേരം പ്രാർത്ഥിച്ചു. ഞാനൊരു കാഴ്ച കണ്ടു. ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ ജോസ്പേട്ടൻ ജനലങ്ങ് തുറന്നു. എൻ്റെ ആദ്യ ശുശ്രൂഷ ആരംഭമാണ്. ജനലങ്ങ് തുറന്നു. ആ വീട്ടുകാരോട് പറഞ്ഞു, ഒരു മൊന്തക്കകത്ത് കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. ഈ വെള്ളം
ജോസ്പേട്ടൻ കയ്യിലെടുത്തു. എന്നിട്ട് അതിലേക്ക് വിരലുകൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ യേശുവിന്റെ രക്തം ഇതിനകത്തേക്ക് ഒഴുക്കി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ ജനൽ തുറന്നിട്ട് ഈ മനുഷ്യനെ ഈ വെള്ളം കയ്യിലെടുത്തോട്ട് അകത്തോട്ട് ഒരൊറ്റ ഏറ ഈ വെള്ളം ചെന്ന് വീണതും ഈ വളങ്ങ് അലറാൻ തുടങ്ങി. മാനസിക രോഗം എന്ന് പറഞ്ഞ പെണ്ണ് പറയുക, ഞാൻ വിട്ടുപോയേക്കാം. ജോസ്പേട്ട പറഞ്ഞു കഥക തുറക്കാൻ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു തുറക്കില്ല, കഥക തുറക്കാൻ പറഞ്ഞു. കഥക തുറന്നു. ഞാൻ കണ്ടു നിൽക്കുക. ജോസ്പേട്ടിനകത്തോട്ട് കയറുമ്പോൾ ഇത് എഴഞ്ഞെഴഞ്ഞ് മൂലക്കോട്ട് പോയിട്ട് പറഞ്ഞു, അടുത്തു വരണ്ട, വിട്ടുപോയേക്ക. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാഴ്ചയാ. അന്ന് മുതൽ എനിക്ക് കാര്യം മനസ്സിലായി. അവൻ ഒരുപക്ഷെ ജ്ഞാനമില്ലായിരിക്കാം, വിദ്യാഭ്യാസമില്ലായിരിക്കാം, പക്ഷെ ദൈവം നിന്റെ മേൽ പകരുന്ന ഒരഭിഷേകത്താൽ ചില ദുർഭൂതങ്ങൾ ഈ പകൽ അടിഞ്ഞു മാറുന്ന ഒരു ശുശ്രൂഷ ദൈവം ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ ദൈവം പകരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ഒരു ശുശ്രൂഷ ഈ പകൽ ഇവിടിക്കുന്ന ദൈവദാസന്മാരുടെ മേൽ ഇന്ന് പകൽ ഓപ്പറേറ്റ് ചെയ്യട്ടെ, ഇന്ന് പകൽ ആരംഭിക്കട്ടെ. ദുർഭൂതങ്ങളുടെ മേൽ അതിശക്തമായ ഒരു അഭിഷേകത്തിന്റെ പകർച്ച. എനിക്കറിയില്ല, അങ്ങനെ ചില വിടുതലുകൾ ഇന്ന് ഇതിനകത്ത് സംഭവിക്കുക. അവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ വന്നിരിക്കുന്ന ഒരു സഹോദരൻ സഹോദരിയുണ്ട്. മോനെവിടെയാ സ്ഥലം? കൂത്താട്ടുകുളത്തുന്ന അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അല്ലേ? അടുത്ത ദിവസം വിവാഹം എല്ലാം ഉറപ്പിച്ച് വെച്ചേക്കുക. പക്ഷേ വിവാഹം കഴിക്കാൻ പോകുന്ന തൻ്റെ പെണ്ണിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിൽ ആ കാലുകൾ സർജറി ചെയ്തു. പക്ഷേ അത് ശരിയാകുന്നില്ല. അത് വീണ്ടും വീണ്ടും ആ മുറിവുകൾ വല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. അത് കരിയുന്നില്ല. അടുത്ത ദിവസം അവിടെ വിവാഹം നടക്കണം, കാര്യങ്ങൾ അനുഗ്രഹമായി പോകണം. അവർ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ മുറിവുകൾ ഉണങ്ങുന്നില്ല. വീണ്ടും സർജറികൾ വേണമെന്നൊക്കെ ഡോക്ടർ പറയുന്നു. മോനെ, പ്രസംഗം ചൊല്ലുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, ഇന്നത് ഹീലാകാൻ പോകുക, ഇന്നൊരു മിറക്കൾ സംഭവിക്കാൻ പോകുക. അത് രോഗമല്ല. നിങ്ങളുടെ തലം കുടുംബത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ പിശാച് കെട്ടിയത് യേശുവിൽ കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഒരു ദൈവിക വിടുതല് ആ കുടുംബത്തിന് വ്യാപരിക്കാൻ പോകുക. കാണത്തക്ക രീതിയിൽ ഒരു ഡെലിവറൻസ് എന്റെ ദൈവം ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാച് വിട്ടുമാറ്, ദുരാത്മാവെ വിട്ടുമാറ്. അവരുടെ കുടുംബത്തിനെതിരെ, അവരുടെ ജീവിതത്തിനെതിരെ ഇന്നലകളിൽ വ്യാപരിച്ച, ഇന്ന് വരെ വ്യാപരിച്ച നൂറ്റണ്ട് ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വെളിയിലാക്കുന്നു. ഇപ്പോൾ ഹീലാവട്ടെ, അവർ ഹീലാകട്ടെ, ഹീലാവട്ടെ, ഹീലാവട്ടെ, ഹീലാവട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവ് എന്നോട് പറയുന്നു, ഏതെങ്കിലും രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ ഒരു ഭയങ്കര ഡെലിവറൻസ് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നു. അത് അസ്ഥി സംബന്ധമായോ, മാംസത്തിനകത്തോ, ഉദരത്തിനകത്തോ എന്തുമാവട്ടെ, ഈ പകൽ വേളയിൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയോ നാഥനായ നസത്തുകാരനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടെ മേൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനോട് കൽപ്പിക്കുന്നു, അഴിഞ്ഞു മാറ. തന്റെ ബദ്ധന്മാരെ വിടുവിക്കുന്ന ദൈവം, തന്റെ ബദ്ധന്മാർക്ക് ഡെലിവറൻസ് കൊടുക്കുന്ന ദൈവം. ഞാനൊരു വാക്ക് ഒരുമിച്ച് പറയുന്നു, നിങ്ങൾ ആമേൻ പറയണം. സ്തോത്രം. ആമേൻ. യേശു കർത്താവ് ഒരമ്മച്ചിയെ കണ്ടു. ലോകം മുഴുവൻ എക്സ്റേ, MR എല്ലാം ചെയ്തിട്ട് പറഞ്ഞു, ഇത് അസ്ഥി വളഞ്ഞതാ. അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവൻ നോക്കിയിട്ട് പറഞ്ഞു, ഇത് അസ്ഥി വളഞ്ഞതല്ല, ഇത് രോഗത്തിന്റെ ബന്ധനമാണ്. യേശു നിന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം
അഴിഞ്ഞിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയുള്ള ചില ബന്ധനങ്ങൾ എൻ്റെ ശരീരം ഉൾപ്പെടെ അവൻ അങ്ങനെ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ ഇപ്പോൾ ചാടി എഴുന്നേറ്റ് നിന്ന് അത് സ്വീകരിച്ചോ. ഇപ്പോൾ ഒരു ദൈവിക വിടുതൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക, ഒരു അസാധാരണ ഹീലിംഗ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, 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 ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഒരു വ്യക്തി പോലും സൗഖ്യമില്ലാതെ ഇതിനകത്തുനിന്ന് പോകരുത്. വിടുതൽ 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 വിടുതൽ. വലിയ ഡെലിവറൻസ്, വലിയ ഡെലിവറൻസ് വചനത്താൽ സംഭവിക്കട്ടെ, വചനത്താൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും ഞാൻ നിങ്ങൾക്ക് വരുത്തുകയില്ല. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആരും തൊടാതെ, ഒരു മനുഷ്യന്റെ കൈ തൊടാതെ ഒരു കൈ ഇന്ന് നിങ്ങളെ തൊട്. അത് എന്റെ കൈയല്ല, സർവശക്തനായ അപ്പന്റെ കരം നിങ്ങളെ തൊട്. ആണി പഴുതുള്ള കരം തൊട്. ചിലരുടെ ശരീരത്തിൽ നിന്ന് ചില ദുരാത്മശക്തികൾ ഇന്ന് പകൽ അഴിയാൻ പോകുക, ഇന്ന് പകൽ അഴിയാൻ പോകുക, ഇന്ന് പകൽ അഴിയാൻ പോകുക. അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദൈവജനം ഒരു വലിയ ഡെലിവറൻസിലേക്ക് ഇന്ന് പകൽ വരട്ടെ. ഒരു പരിധിക്കപ്പുറത്തേക്ക് ജനത്തെ വിടാതെ ആമേൻ മതിൽ കെട്ടിയതുപോലെ, ചങ്ങല കെട്ടിയതുപോലെ കെട്ടി അടച്ചുകൊണ്ടിരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽ നസ്രത്തുകാരനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറന്നു വിടുന്നു. അവൻ ബദ്ധന്മാരെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. ഇതങ്ങ് അടക്കല്ലേ, അല്ലെങ്കിൽ തീരില്ല. അടച്ചു നോക്ക. കർത്താവിന്റെ ദാസൻ ഷാജൻ, സമയമായതുകൊണ്ട് അടച്ചേ. കർത്താവിന്റെ ദാസൻ ഷാജൻ ഒരു മീറ്റിംഗ് കോട്ടയത്ത് വെച്ച്, എനിക്കൊന്നും ലോഡ്സൺ ആയിരുന്നു എന്നറിയില്ല, അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ ആദ്യം ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ ഞാൻ ഈ പറയുന്നത് ദൃക്സാക്ഷിയായിട്ട് എൻ്റെ കൂടെ ദൈവദാസന്മാരും ദൈവദാസിമാരും ഉണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാലും തുണി വെച്ച് രണ്ട് സൈഡും കെട്ടിയ ഒരു ചേച്ചി മുന്നോട്ട് വന്നു. നടക്കാൻ വയ്യ, ഇങ്ങനെയാ വരുന്നത്. വന്നു, ഭയങ്കര ദുർഗന്ധമാണ്, സ്മെല്ല് കൊണ്ട് നമുക്ക് അടുക്കാനൊക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം കാല് രണ്ടും പഴുക്കുക. ഒരു ഭാഗം അവർ തുറന്നതും ഈ പുഴു, ഓർക്കുന്നെന്താ, പുഴു ഇങ്ങോട്ട് വീഴാൻ തുടങ്ങി. അത്ര സ്മെല്ലാ. ഇത് എത്ര നാളായി? വർഷങ്ങളായി പാസേ. ഇത് മൊത്തം പുഴുവാ. ഒരു കെട്ടഴിച്ചതും പുഴു ലൈവായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. പക്ഷെ എൻ്റെ പൊന്നെ, എൻ്റെ ആദ്യത്തെ ഞാൻ കാണുന്ന കാഴ്ചയായത്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. കസേരയിലിരുത്തി കയ്യങ്ങ് വെച്ചതും നാക്ക് പുറത്തോട്ട് ചാടിച്ചതും ഒരുപോലെ. കർച്ചപ്പോ ഇവരങ്ങ് ചാടി, എന്നിട്ട് നടക്കാൻ വയ്യാത്ത സ്ത്രീ അങ്ങ് പുലി പോലെയായി. ഞാൻ ഇറങ്ങാനോ? ഇവളെ കാലുകൊണ്ട് മുറിച്ച് കളയാതെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കാണാമെങ്കിൽ കണ്ടോ, ആ കെട്ട് ഞങ്ങൾ അഴിക്കാന്ന് പറഞ്ഞല്ലേ. അന്നൊരു ചേച്ചിയെ മുന്നോട്ട് വിളിച്ച് ആ കെട്ട് അഴിപ്പിച്ചു. കണ്ട കാര്യം പറയാം, ഓരോ ഭാഗം അഴിക്കുന്നതനുസരിച്ച് പുഴുവില്ല, സൗഖ്യമാകാൻ തുടങ്ങി. അവസാനടിച്ച് താഴെ വീണ് ഇവിടെ ശരീരത്തിൽ നിന്ന് ദുർഭൂതം വിട്ടുപോയി. അതോടെ ഹീലായി, അതോടെ സൗഖ്യമായി. അപ്പൊ എല്ലാ രോഗവും എന്തല്ല, രോഗമല്ല. അതിന് തടകി 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 വിക്സിട്ട് തടകരുത്. തടകിയല്ല വേണ്ടത്, ശാസിക്കുക വേണ്ടത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില രോഗങ്ങൾ ഇന്ന് പകൽ അഴിയാൻ പോകുക. ഒരു ഭയങ്കര ഡെലിവറൻസ് എന്റെ ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരത്തിൽ വ്യാപരിക്കുന്ന, മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, കൂടെ കൂടെ അലട്ടുന്ന ചില രോഗക്കെട്ടുകൾ, രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവുന്നു. ബദ്ധന്മാരെ
എന്ത് ചെയ്യും? വിടുവിക്കും. ഒരു ഭയങ്കര ഡെലിവറൻസ് അവൻ എഴുന്നേറ്റാ നിങ്ങൾക്ക് തരും. അവൻ എഴുന്നേറ്റു. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ധൈര്യമായിട്ട് പോ. കർത്താവ് എഴുന്നേറ്റു, ശാസിച്ചു, അമർത്തി. കർത്താവ് വിടുതൽ കൊടുത്തു. സന്തോഷമുണ്ടോ? ഇതൊരു വിടുതലിന്റെ ദൂതാണ്. ഈ ദൂത് കേട്ടോണ്ട് വേണം നിങ്ങൾ തിരിച്ചു പോവാൻ. ഇന്നൊരു ഡെലിവറൻസിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. വഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ ബാധകളൊഴിയും ആരാധനയിങ്കൽ വഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന, ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന, ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ
നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട് നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട് നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട്. അതേ കർത്താവേ, നീ എഴുന്നേറ്റാൽ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ അങ്ങ് കൃപ തരും. മുഴുമഹത്വം അങ്ങേക്ക്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാമേശുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാവട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ കടന്നു വരണമേ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് തരേണ്ട മുഴുവിടുതലുകളും കർത്താവ് തന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കില്ല. എനിക്ക് ശാരീരികമായിട്ട് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെയൊക്കെ വളരെ ദൂരം യാത്ര ചെയ്ത് വണ്ടി ഓടിച്ച് വെളുപ്പിനാണ് വന്നത്. ഞാൻ ടയേർഡാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം